ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2 ടയർ വെഡ്ഡിങ് കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ടോട്ടൽ 2 kg വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പം ഞാനിതിൽ 8 എഗ്ഗിൻ്റെ ബാറ്റർ ചെയ്തിട്ട് 8 ഇഞ്ചിലും അതുപോലെ തന്നെ 5 ഇഞ്ച് ടിന്നിലുമാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 4 ലെയേഴ്സ് കട്ട് ചെയ്യാൻ കിട്ടുന്ന രീതിയിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഡബിൾ മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക്. സാധാരണ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ 2 kg ഒരു ബോർഡിലാണ് ക്രീം കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് ക്രീം കൊടുത്തതിന് ശേഷം അതിൽ സ്ട്രോബെറി ക്രഷും വൈറ്റ് ചോക്ലേറ്റുമാണ് ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ വീഡിയോസിൽ ഞാനിത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു പോകുന്നേ ഉള്ളൂ. അങ്ങനെ കേക്ക് എല്ലാ ലെയേഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്ക് ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഞാൻ മേളത്തെ ടയറാണ് ചെയ്യുന്നത്. അതായത് 5 ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്ക്. അതും നമ്മൾ മറ്റേ ഒരു 8 ഇഞ്ച് സ്പോഞ്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് തണുപ്പിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഫുള്ളായിട്ട് തന്നെ ക്രീം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. കവർ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കൊടുക്കണമെന്നില്ല. ഷാർപ്പ് എഡ്ജൊന്നും വരുത്തേണ്ട കാര്യമില്ല. കാരണം അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മളിതിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റഫായിട്ട് ഒന്ന് ക്രീം ചെയ്ത് പോയാൽ മതിയാവും. അങ്ങനെ ഫസ്റ്റ് ടയർ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള പേസ്ട്രി ബ്രഷ് വെച്ചിട്ട് ഇത് ഈ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഒരുപാട് റിസ്ക് എടുത്തിട്ടൊന്നും ഷാർപ്പ് എഡ്ജൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പേസ്ട്രി ബ്രഷ് ഇത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൈ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. ഇനി ബോർഡിന്റെ മേൽ പറ്റിയിട്ടുള്ള ക്രീമൊക്കെ ഇത് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു സെയിം രീതിയിൽ തന്നെ ഞാൻ സെക്കൻഡ് ടയറും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ടയറും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലും നമുക്ക് ആ പേസ്ട്രി ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തിട്ട് 2 കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാനിവിടെ ജബ്ര ഫ്ലവറും അതുപോലെ ഇതുപോലത്തെ വൈറ്റ് കളർ ലീഫുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ബണ്ടിൽ ഞാൻ വാങ്ങിയതിൽ 10 ഉണ്ടായിരുന്നു. 10 70 രൂപയാണ്. പിന്നെ ആ ഒരു വൈറ്റ് കളർ പൂവിന് 30 റുപ്പീസാണ്. അങ്ങനെ ടോട്ടൽ 100 റുപ്പീസ് ആയിട്ടുള്ളൂ ഈ ഒരു ഫ്ലവറിന്. ഇനി ഒരു ഫ്ലവർ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് നീളത്തിന് തണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ടേപ്പ് ചുറ്റിയെടുക്കണം. ഇപ്പം എന്താ ഞാനിവിടെ വാഷ് ചെയ്ത് ടേപ്പൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഷുഗർ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കേക്കിന്റെ വൈറ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എളുപ്പം തന്നെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണിത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനസ് കിച്ചൻ.